പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഉറുമ്പിക്കര ലക്ഷ്യമാക്കിയൊരു യാത്ര. കാർ എത്തുന്നിടം വരെ കാറിൽ, ബാക്കി നടന്ന്. മുണ്ടക്കയം കഴിഞ്ഞെത്തുന്ന വളഞ്ഞങ്ങാനമായിരുന്നു ഞങ്ങളുടെ ആദ്യ സ്റ്റോപ്പ്. ഈ വഴി കടന്നു പോകുന്ന എല്ലാവരുടെയും നിർബന്ധിത സ്റ്റോപ്പാണിത്. ആ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്ന് ഒരു ചായ കുടിച്ച് ബാക്കി യാത്ര തുടരാമെന്ന് കരുതി. വെക്കേഷൻ സമയം ആയതിനാലാവും റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. റോഡിന് ഇരുവശവും നിറയെ പച്ചപ്പാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനമെത്തി. കുമളിയിലേക്കും കട്ടപ്പനയിലേക്കുമുള്ള പ്രധാന വഴി ഇവിടെ നിന്നാണ് തിരിയുന്നത്. ഉറുമ്പിക്കര ലക്ഷ്യമാക്കി ഞങ്ങളിനി കട്ടപ്പന റൂട്ടിൽ കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. റോഡ് വളരെ മനോഹരവും ഡ്രൈവ് ചെയ്യാൻ സുഖമുള്ളതുമാണ്. ചായത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. 2 കിലോമീറ്റർ അപ്പുറം ഇടത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമുക്ക് തിരിയേണ്ടത്. ഈ ഇടത്തേക്ക് കാണുന്നതാണ് നമുക്ക് പോകേണ്ട റോഡ്. റോഡ് വളരെ ചെറുതാണ്. മുന്നോട്ട് പോകും തോറും വഴി നന്നായി തകർന്നിരിക്കുന്നു. എതിരെ ഒരു വാഹനം വന്നാൽ റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടി വരും. കാർ എത്ര ദൂരം പോകുമെന്ന് കണ്ടറിയണം. മുന്നോട്ട് പോകും തോറും പച്ചപ്പിൻ്റെ സൗന്ദര്യം കൂടിക്കൂടി വന്നു. കുറച്ചു മാറി കാർ ഒതുക്കി നിർത്താൻ പറ്റിയ ഒരു സ്ഥലം കിട്ടി. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. ഒരു ബൈക്കർ ടീം ആ വഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ചിലർക്ക് ആവേശമായി. ഇവരും ഉറുമ്പിക്കര ട്രക്കിങ്ങിനോ ക്യാമ്പിങ്ങിനോ പോകുന്നവരാകും. കുറച്ചു സമയം അവിടെ സംസാരിച്ചും കാഴ്ചകൾ കണ്ടും ചിലവഴിച്ചു. അതിനുശേഷം മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത് കോൺക്രീറ്റിൻ്റെയോ ടാറിൻ്റെയോ ഒരംശം പോലുമില്ലാത്ത തനി മൺവഴിയിലൂടെയാണ്. റോഡിൻ്റെ ഇരുവശത്തും അതിമനോഹരമായ കാഴ്ചകളാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും എന്തൊക്കെയോ പണികൾ നടക്കുന്നതിൻ്റെ അടയാളങ്ങൾ കാണാം. ഒരുപക്ഷെ ഇതേതെങ്കിലും ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഴിയാവാം. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ക്ഷേത്രം കണ്ടു. ശാന്തമായ അന്തരീക്ഷം, ആളനക്കമൊന്നുമില്ല. ക്ഷേത്രത്തിലേക്ക് കയറാൻ നിരവധി പടികൾ കാണാം. കുറച്ചു സമയം അവിടെ ചിലവഴിച്ചു. ആ ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. മുന്നോട്ട് ചെല്ലുമ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഭാഗമെന്ന് തോന്നിക്കുന്ന ചില കെട്ടിടങ്ങൾ കാണാം. കൂടുതൽ സഞ്ചരിക്കും തോറും വഴിയിലെ ചെളിയുടെ അളവ് കൂടിക്കൂടി വന്നു. കാർ വളരെ സാവധാനമാണ് ഓടിക്കുവാൻ സാധിക്കുന്നത്. മനുഷ്യ സാന്നിധ്യം തീരെ കുറഞ്ഞു വരുന്നു. ആ ഇടുങ്ങിയ വഴിയിലൂടെ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അധികം വൈകാതെ ഒരു LSGD വണ്ടിയിൽ വന്നവർ ഇനി കാറുമായിട്ട് മുന്നോട്ടു പോകാൻ അത്ര എളുപ്പമല്ല എന്ന മുന്നറിയിപ്പ് നൽകി. ആയതിനാൽ അധികം മുന്നോട്ട് കൊണ്ടുപോകാതെ വണ്ടി എവിടെയെങ്കിലും സേഫായിട്ട് ഒതുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അധികം പ്രശ്നങ്ങളില്ലാതെ വണ്ടി ഒതുക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയുള്ള യാത്ര കാൽനടയായിട്ടാണ്. ചെറിയ വഴിയിലൂടെ ഞങ്ങൾ നടന്നു തുടങ്ങി. ചെറിയ ഉരുളൻകല്ലുകളാൽ നിറഞ്ഞതായിരുന്നു വഴി. മുന്നോട്ട് പോകും തോറും വഴിയിലെ കല്ലിൻ്റെ വലിപ്പം കൂടിക്കൂടി വന്നു. ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രം പോകാവുന്ന വഴിയായി മാറിയിരിക്കുന്നു. കുന്നിൻ മുകളിൽ നിന്നുത്ഭവിച്ച ചെറിയ നീർച്ചാലുകൾ വഴിയെ മുറിച്ചു കടന്നു പോകുന്നുണ്ട്. ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ നിർത്താതെ നടന്നു. വഴിയിൽ പലയിടത്തും ചെളിയായതിനാൽ പാറയിലൊക്കെ ചവിട്ടിയാണ് പ്രയാണം. വഴിയിൽ ഭംഗിയുള്ള പൂക്കൾ കാണുവാൻ സാധിക്കും. കുറേ നേരമായി നടക്കുന്നു. കുറേയേറെ നേരത്തെ നടപ്പിന് ശേഷം ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിരവധി ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടു. ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനുമായി എത്തിയവരാവാം.
വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച മനോഹരമാണ്. ഈ നിമിഷത്തിലാണ് ഗൈഡായി കൂടെ വന്ന സുഹൃത്ത് പറയുന്നത്, നമ്മൾ എത്തിയത് യഥാർത്ഥ ഉറുമ്പിക്കരയല്ല, അത് അപ്പുറത്തെ കുന്നിലാണ്. ഞങ്ങൾ ക്ഷീണിച്ചിരുന്നു, എന്നിരുന്നാലും കുറച്ചുകൂടെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. വഴിയിൽ മനോഹരമായൊരു അരുവി കണ്ടു. അവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്ന യുവാക്കളും. അവരിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നടക്കാവുന്ന ദൂരമല്ല ഇനിയുള്ളത്. എങ്കിലും കുറച്ചുകൂടെ മുന്നോട്ട് കയറിയിട്ട് ഞങ്ങൾ തിരികെ ഇറങ്ങി. യഥാർത്ഥ ഉറുമ്പിക്കര കാണാൻ സാധിച്ചില്ലെങ്കിലും കണ്ട കാഴ്ചകൾ മനോഹരമായിരുന്നു. അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ നല്ല ഗൈഡിനെ കൂട്ടണമെന്ന് ഞാൻ തമാശ രൂപേണ സുഹൃത്തിനോട് പറഞ്ഞു. ഞങ്ങൾ തിരികെ നടന്നു. പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാറെടുത്ത് കുട്ടിക്കാനം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. റോഡിലാകമാനം കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. കുട്ടിക്കാനത്തെത്തി അവിടുത്തെ ഓപ്പൺ കിച്ചൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് യാത്രയുടെ ക്ലൈമാക്സ് മനോഹരമാക്കാൻ മഴ പെയ്തു തുടങ്ങിയത്. മഴയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.